പേരും കൂടെ എനിക്കിപ്പോൾ എൻ്റെ ഓർമ്മയിൽ വരികയാണ്. ഇവിടെ മാനികാവ് ശിവക്ഷേത്രം എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. അതാരും കാണാതെയും കേൾക്കാതെയും കിടന്ന സമയത്ത് പങ്കജൻ എന്ന് പറഞ്ഞൊരു കക്ഷി, പങ്കജൻ എന്ന് പറഞ്ഞൊരു വ്യക്തി എന്നെ അവിടെ കൊണ്ടുപോയി. ഞാൻ കാണുന്നത് ജസ്റ്റ് ഈ റൂമിന്റെ പകുതി സ്ഥലത്ത് ആസ്പെറ്റോസിൽ ഇങ്ങനെ ഒരു ശിവലിംഗം, അതിന്റെ നെറുകയിൽ ഗംഗാതീർത്ഥം എവിടുന്നോ വരുന്നു. 365 ദിവസം. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം, മാനികാവ് ശിവക്ഷേത്രം. അത് കാണേണ്ടതാണ്. അപ്പൊ ഞാൻ അന്ന് കാണുമ്പോഴത്തേക്ക് 11 മണിക്കാണ് തുറക്കുന്നത്. കാരണം മുഴുവൻ സർപ്പങ്ങളും പിന്നെ കുരങ്ങന്മാരും അതൊക്കെയാണ്. 11 മണിക്ക് തുടങ്ങിയിട്ട് 12 മണിക്ക് ഇത് അടയ്ക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു, ഭഗവാനെ, ഇതെവിടുന്നാണ് ഈ തീർത്ഥഗംഗാജലം വരുന്നത്? അപ്പൊ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു, ഇത് കാണിമാരുടെ അമ്പലമാണ്. ഒരു 500 ഏക്കറുണ്ട്. അപ്പൊ അവിടെ മുഴുവൻ ചെല്ലാൻ പോകുമ്പോൾ അവിടെ മുഴുവൻ ചെളിയാണ്. അവർ പറഞ്ഞു 365 ദിവസവും ഭഗവാന്റെ നെറുകയിൽ ഈ തീർത്ഥം വന്ന് വീണോണ്ടിരിക്കും. ഇത് കണ്ടുപിടിക്കാൻ പോയത് സർപ്പദംശമായിട്ട് മരിച്ചുപോയി. അപ്പൊ അത്രയ്ക്ക് ഐതിഹ്യ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് മാനികാവ് ശിവക്ഷേത്രം. അടുത്ത ആഴ്ച ഞങ്ങളവിടെ ഒരു പുനരുദ്ധാരണം, ഞാനും ഈ പങ്കജൻ അദ്ദേഹം കൂടെ ചേർന്നിട്ട് വെച്ച് കുറച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു 25,000 രൂപ ആദ്യമായിട്ട് ഇത് വെച്ചു പുനരുദ്ധാരണത്തിന്. ഇന്ന് നിങ്ങളത് കാണുക. ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു. അവിടെയൊക്കെ ഭയങ്കര ഗംഭീരമായി. പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾ ഈ പുനരുദ്ധാരണം പതുക്കെ തുടങ്ങിയിട്ടൊരു ലക്ഷദ്വീപം നടത്തി. ആ ലക്ഷദ്വീപത്തിന് ഞാൻ കാലത്ത് രാജീവ് ആലിങ്കൽ എടുത്ത് വിളിച്ചു പറഞ്ഞു, എനിക്കൊരു പാട്ട് വേണമെന്ന്. അപ്പൊ തന്നെ അദ്ദേഹം 1 മണിക്കൂറോട് എഴുതന്നു. മാനികാ ബപ്പ മഹേശ മതാതീത മന്ത്രസ്വരൂപ നമസ്തേ, തിരുജടയിൽ ഉതിരുന്ന തീർത്ഥഗംഗാജലം തരണേ ശിവാനന്ദമൂർത്തി എന്ന് പറഞ്ഞൊരു മാനികാ ബപ്പനെ കുറിച്ചൊരു പാട്ട് എഴുതി. ഞാൻ അപ്പൊ തന്നെ വൈകുന്നേരം ട്യൂൺ ചെയ്ത് ആ നടയിൽ നിന്ന് പാടി. അതിന് ചുറ്റും 4 കിലോമീറ്റർ മഴയാണ്. പക്ഷെ ഈ ലക്ഷദ്വീപ് കത്തിച്ചുകൊണ്ട് മഴയില്ലായിരുന്നു. ഞാൻ 8 മണിക്ക് ആ വിളക്കൊക്കെ അണഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നേരെ എൻ്റെ റൂമിലോട്ട് പോകുമ്പോൾ മഴ. അതൊക്കെ ഒരു വലിയ അനുഭവമാണ്. ഞാൻ ലേഖയിൽ പറഞ്ഞു തുടങ്ങിയതാണ്. അപ്പൊ ലേഖ പറഞ്ഞു, ഇതെന്റെ പ്രാർത്ഥന കൂടാണെന്ന് പറഞ്ഞു. ഞാനത് പൂർണ്ണമായിട്ടും ഞാൻ സമ്മതിക്കുന്നു.